الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد ومن رأى هلال رمضان أو الفطر وحده ورد قوله لزمه الصيام റമദാൻ മാസപ്പിറവി കണ്ടു അല്ലെങ്കിൽ പെരുന്നാൾ മാസപ്പിറവി കണ്ടു, അവൻ്റെ വാക്ക് ഖാദി റദ്ദ് ചെയ്തു, സ്വീകാര്യമല്ലാത്തതുകൊണ്ട്. എന്നാൽ നാട്ടുകാർക്ക് നോമ്പ് നിർബന്ധമാവില്ല എന്നേ ഉള്ളൂ. ആ കണ്ടവന് നോമ്പ് നിർബന്ധമാണ്. വമൻ റആ ഹിലാല റമദാനിൽ അവിൽ ഫിത്ര വഹ്ദഹു വറുദ്ദ ഖൗലുഹു, മാസപ്പിറവി കണ്ട അവൻ്റെ സാക്ഷ്യം റദ്ദ് ചെയ്യപ്പെട്ടാൽ ലസിമഹു സിയാമു, അവന് നോമ്പ് നിർബന്ധമാണ്. കാരണം ഖുർആൻ പറഞ്ഞിരിക്കണം ഫമൻ ശഹിദ മിൻകും ശഹറ ഫല്യസും എന്ന്. വലാ യജൂസു ലഹുൽ ഫിത്റു ബിതയഖ്ഖുനിഹി ഹിലാല റമദാന. അതുപോലെ റമദാൻ ശവ്വാൽ മാസപ്പിറവി കണ്ടു എന്ന് ഉറപ്പായതുകൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റൂല, നോമ്പ് മുറിക്കാനും പറ്റൂല. എന്ത് ചെയ്യണം? ഖാദി ഉറപ്പിക്കണം. ഖാദി മുഫ്തിയൊക്കെ എന്താക്കണം, പറയണം അല്ലേ? ഈ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ശവ്വാൽ മാസപ്പിറവി ഉറപ്പായാൽ പോലും എന്ത് ചെയ്യാൻ പറ്റൂല, ഫിത്ർ അനുവദനീയവുമല്ല. ഒറ്റ കണ്ട് എന്ന അടിസ്ഥാനത്തിലേ ഖാദി പറയണം. നേരത്തെ പറഞ്ഞ മസലൻ്റെ വാക്യാണ് വൈൻ അഫ്തറ ഫിൽ വഖ്തൈനി ഖള. അപ്പോൾ ഈ രണ്ട് സമയത്ത് റമദാനിലോ ശവ്വാലിലോ ഒരാൾ നോമ്പ് മുറിച്ചാൽ ഖള, അവനെന്ത് ചെയ്യണം? മാസപ്പിറവി കണ്ട ആൾ നോമ്പ് പറ്റില്ല, അങ്ങനെ സംഭവിച്ചാൽ അവനെന്ത് ചെയ്യണം? നോമ്പ് ഖളാ വീട്ടുകയും വേണം. മാസപ്പിറവി കണ്ടതിന് നോമ്പ് പറ്റിയില്ലെങ്കിലും മുറിക്കണം. ഇനി ശവ്വാൽ ആണെന്ന് ഉറപ്പുണ്ടായെന്ന് എഴുതിയിട്ട് അവന് മുറിക്കാൻ പറ്റൂല, അപ്പോൾ അങ്ങനെ ഒഴിവാക്കിയാൽ അവൻ ഖളാ വീട്ടണം. വല കഫാറത്ത് അലൈഹി, കഫാറത്തൊന്നുമില്ല. ആ നോമ്പ് പിടിക്കണം. നോമ്പ് പിടിച്ചിട്ടില്ലെങ്കിലേ വൈൻ അഫ്തറ, ശവ്വാലിന് ഓൻ കണ്ട് ഉറപ്പായി നിർത്തിയായിട്ട് അവന് മുറിക്കാൻ പറ്റൂല, അങ്ങനെ മുറിച്ചാൽ ഖളാ വീട്ടേണ്ടി വരും. വലൗ കാന ഫിത്റുഹു ഖബല മാ റദ്ദഹുൽ ഖാദി ഫി സഹീഹി. കഫാറത്തില്ല, ഖാദി റദ്ദ് ചെയ്യുന്നതിന് മുമ്പാണ് ഓൻ നോമ്പ് ഒഴിവാക്കിയത് എങ്കിൽ പോലും കഫാറത്തില്ല. ഫി സഹീഹി, കാരണം ശുബ്ഹുണ്ടല്ലോ, ഒരു സംശയം ഉണ്ടല്ലോ, ഓൻ കണ്ടു എന്നല്ലേ, നാട്ടുകാർ ഉറപ്പിച്ചില്ലെങ്കിലും ഖാദി ഉറപ്പിച്ചില്ലെങ്കിലും കഫാറത്തില്ല. വലൗ കാന ഫിത്റുഹു ഖബല മാ റദ്ദഹുൽ ഖാദി, ഖാദി റദ്ദ് ചെയ്യുന്നതിന് മുമ്പാണ് അവൻ നോമ്പ് മുറിച്ചതെങ്കിൽ പോലും അവിടെ കഫാറത്തില്ല. ഫി സഹീഹി, സഹീഹ് അഭിപ്രായത്തിൽ. വൈദാ കാന ബിസ് സമാ ഇല്ലത്തു മിൻ ഖൈമിൻ ഔ ഗുബാരിൻ വനഹ്വിഹി ഖുബില ഖബറു വാഹിദിൻ അദിലിൻ ഔ മസ്തൂരിൻ ഫി സഹീഹി വശഹിദ അലാ ഷാഹിദത്തിൻ വാഹിദിൻ മിസ്ലഹു വലൗ കാന നിസാഉ റഖീഖൻ വ മഹ്ദൂദൻ ഫി ഖദ്ഫിൻ താബ. അപ്പം അങ്ങനെ ആകാശത്ത് കാണുന്നതിനുള്ള ഒരു തടസ്സമുണ്ട്. എന്താ? മേഘമോ പൊടിയോ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ മഴയൊക്കെ ആയിട്ട് തടസ്സമുണ്ടെങ്കിൽ അപ്പോൾ അവിടെ സാക്ഷി പറയാൻ എത്ര മതി? ഖാദി ഖബറ വാഹിദിനെ, നീതിമാനായ ഒരു വ്യക്തിയുടെ ഖബർ എന്താവും? സ്വീകരിക്കും.
നമ്മൾ എത്ര ആൾ വേണമെന്ന് പറഞ്ഞു? 2 ആൾ വേണമെന്നെ പറഞ്ഞിന് പൊതുവേ മാസപ്പിറവി ഉറപ്പിക്കാം. ഏതായാലും ആകാശത്ത് മേഘോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാകുമ്പോൾ ഒരാൾ കണ്ടു നിൽക്കുക, ഒരാളെ വാക്കന്നെ എന്താക്കണം? ഖാദി സ്വീകരിക്കണം. 2 ആൾ പറയണ്ട. ഓ മസ്തൂരിൻ, നീതിമാനാവണമെന്നില്ല, അല്ലെങ്കിൽ അയാളെക്കുറിച്ച് വരെ അറിയില്ല, മസ്തൂറാണ്. ഫിസ്കും തമാടിത്തരങ്ങളൊന്നും പുറത്തേക്കില്ല, ഉള്ളിലുണ്ടാവും, നമുക്കറിയില്ല. അയാൾക്കാണ് മസ്തൂർ എന്ന് പറയുക. അയാളുടെ നീതിബോധം ത്തിനെതിരായിട്ട് പുറത്തൊന്നും ചെയ്യാത്ത ആൾ എന്നാണ് മസ്തൂർ എന്ന് പറഞ്ഞാൽ. അതിൽ എന്ന് പറയുമ്പോൾ അയാൾ ഉള്ളൻ അറിഞ്ഞിട്ടുണ്ട് നീതിമാനാണ് എന്നുള്ളത്, പരിശോധിച്ചറിഞ്ഞിട്ടുണ്ട്. മറ്റേ ആൾ പുറത്തേക്കൊന്നും ഫിസ്കോ തമാടിത്തരോ വേണ്ടാത്തതൊന്നും കാണിക്കുന്നൊന്നുമില്ല. അങ്ങനത്തെ ആൾ മസ്തൂർ എന്ന് പറയും. ഈ 2 ആളുകളുടെയും ഖബർ സ്വീകരിക്കും പ്രബലമായ പ്രായത്തിൽ. അതുപോലെ ഷഹീദ് അല ഷഹാദത്തി വാഹിദി, അവനെ പോലെയുള്ള ഒരാളുടെ മാസപ്പിറവി കണ്ടു എന്നുള്ള സാക്ഷ്യത്തിൻ്റെ മേൽ സാക്ഷ്യം വഹിച്ച ആളെ ഖബറും സ്വീകരിക്കപ്പെടും. കണ്ട ആൾക്ക് തന്നെ നേരെ പോകാൻ പറ്റില്ലല്ലോ ഖാദിൻ്റെ അടുത്തേക്ക് ചിലപ്പോൾ. അപ്പോൾ അയാളെ മേൽ സാക്ഷ്യം വഹിച്ച ഒരാൾ കോടതിയിൽ വന്നാലും സ്വീകരിക്കണം. എന്നോട് മുഹമ്മദ് എന്ന ആൾ കണ്ടു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ മുഹമ്മദിൻ്റെ അടുക്കൽ അയാൾ പറയണം ഞാൻ മാസപ്പിറവി കണ്ടെന്ന് സാക്ഷ്യം വഹിക്കുന്നു. അപ്പോൾ ഷഹാദത്തൻ വലോ ഷഹീദ് അല വാഹിദിൻ മിസ്ലിൻ, അവനെ പോലെയുള്ള ഒരു സാക്ഷിയുടെ മേൽ അവൻ സാക്ഷി എന്താണെങ്കിലും സ്വീകരിക്കപ്പെടണം. ഇനി വലോ കാന ഉൻസ, അതിന് പെണ്ണാണെങ്കിലും അല്ലെങ്കിൽ അടിമയാണെങ്കിലും അല്ലെങ്കിൽ എന്തോ വ്യഭിചാര ആരോപണത്തിൽ ശിക്ഷിക്കപ്പെട്ടവനാണെങ്കിലും ഇങ്ങോട്ട് തൗബ ചെയ്തവനാണെങ്കിലും ഇവരൊക്കെ വാക്ക് സ്വീകരിക്കപ്പെടേണ്ടതാണ്. ഇനി റമദാൻ്റെ കാര്യത്തിൽ, കാരണം റമദാൻ ദീനിയായ ഒരു കാര്യമാണ്. അപ്പോൾ നീതിമാനായ ഒരാൾ പറഞ്ഞാൽ മതി, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, അടിമയാകട്ടെ, അല്ലെങ്കിൽ എന്തോ തെറ്റിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട തൗബ ചെയ്ത ആളാണ്, അങ്ങനെയൊക്കെ സ്വീകരിക്കപ്പെടും. വലായസ്ത്രത്ത് ലഫ്ദു ഷഹാദത്തി, സാക്ഷ്യം വഹിക്കുന്നു എന്ന വാക്കിന് ഉപയോഗിക്കണമെന്നൊന്നുമില്ല. ദാവ, അതിന് മുമ്പ് എന്ത് ചെയ്യാണ്ടില്ല, ദാവയും നിർബന്ധമൊന്നുമില്ല, പോയിട്ടാണ് പറഞ്ഞാൽ മതി ആ മാസപ്പിറവി കണ്ടിരിക്കണമെന്ന്. വാദവും പ്രതി അങ്ങനൊന്നുമില്ല, കേസല്ലല്ലോ അത്. അപ്പോൾ ദാവ ഉണ്ടെങ്കിലേ സ്വീകരിക്കുള്ളൂ സാക്ഷിയാകാൻ. അങ്ങനെ ഒരാൾ കോടതിയിൽ പോയിട്ടേ ഹിസ്ബത്തിന് സാക്ഷി വഹിക്കുന്നൊരു പരിപാടി ഉണ്ട്. എന്നുവെച്ചാൽ കോടതിയിൽ കേസ് വരാതെ തന്നെ ഞാനതിന് സാക്ഷിയായി എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയി പറയുന്ന രീതിയാണത് ഹിസ്ബത്ത് എന്ന് പറഞ്ഞത്. ആ കുട്ടി എന്തായിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ കോടതി പോയിട്ട് സാക്ഷ്യം വഹിക്കുകയാണ്. കേസ് പിന്നേക്കാരം വരിക ചിലപ്പോൾ, പക്ഷേ ഇതിനൊരു തെളിവ് എന്ന രീതിയിൽ കോടതിയിൽ പോയിട്ട് സാക്ഷ്യം വഹിക്കാച്ചാൽ സ്വീകരിക്കും കോടതി. അങ്ങനെ വാദവും പ്രതിയൊന്നും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യും, മാസപ്പിറവി ഉണ്ടോ അല്ലേ എന്നുള്ള കോടതിയിൽ കേസൊന്നും ആവശ്യമല്ല, അവിടെ പോയിട്ട് പറഞ്ഞാൽ മതി. സാക്ഷ്യം വഹിക്കുന്നു എന്ന് പോലും പറയേണ്ടതില്ല. ഷാഫി മദ്ഹബിൽ സാക്ഷ്യം വഹിക്കുന്നു എന്നൊക്കെ പറയണം. ഒരു സാക്ഷി മതി അങ്ങനെയായാലും, ആകാശത്ത് മേഘം ഉണ്ടായാലും മേഘം ഇല്ലെങ്കിലും ഒക്കെ. പക്ഷേ കണ്ട ആളുടെ മേൽ സാക്ഷ്യം വഹിക്കുന്ന ആൾ 2 ആളായിരിക്കണം. നേരെ കണ്ട ആളാണെങ്കിൽ ഒരാൾ മതി, കണ്ട ആളെ മേൽ സാക്ഷ്യം വഹിക്കുകയാണെങ്കിൽ ഷാഫി മദ്ഹബിൽ 2 ആൾ വേണം. ഇവിടെ ഇപ്പോൾ ഒരാൾ മതി, 2 നിന്നാണ് ഇപ്പോൾ പറഞ്ഞത് അല്ലേ. ഷഹാദത്തുന്നല ഷഹാദ എന്നതിൻ്റെ പേര്. കണ്ടവൻ്റെ മേൽ സാക്ഷ്യം വഹിക്കുക, സാക്ഷ്യം വഹിച്ചവൻ്റെ മേൽ സാക്ഷ്യം വഹിക്കുക. സുരിത്തലി ഹിലാലിൽ ഫിത്തിരി ഇൻകാന ബിസ്സമാ ഇല്ലത്തുൻ ഷഹാദത്തു മിൻ ഹുറിയത്തൈനി. ഹിലാലുൽ ഫിത്തർ ഇപ്പോൾ റമദാൻ്റെ കാര്യം പറഞ്ഞത്. ഇനി പെരുന്നാളിൻ്റെതോ, പെരുന്നാളിൻ്റെ മാസപ്പിറവിക്ക് ആകാശത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഷഹാദത്ത് എന്നുള്ള ലഫ്ദ് തന്നെ വേണം, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് തന്നെ പറയണം. മിൻ ഹുറൈനി, അത് ഒരാൾ പറഞ്ഞ 2 ആൾ പറയും വേണം. ഔ ഹുറും ഹുറത്തൈനി, അല്ലെങ്കിൽ ഒരടിമ പുരുഷനും സ്വതന്ത്ര പുരുഷനും 2 സ്വതന്ത്ര സ്ത്രീകളും, അങ്ങനെ പറ്റും. ബിലാ ദാവ, അവിടെ ഒന്നും ദാവ ഉണ്ടാവണമെന്നില്ല, ദാവൊന്നും ആവശ്യമില്ല. കോടതിയിൽ കേസും കോടതി ആകുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ തന്നെ സ്വീകരിക്കും. ദാവ ആവശ്യമല്ല. വൈതാലം വെക്കും ബിസ്സമായി, ഞാൻ ശ്രദ്ധിച്ചോളി, ആകാശത്തിൽ തടസ്സങ്ങളൊന്നുമില്ല. മിൻജം ഫലാബുദ്ധ, അങ്ങനെ ആകുമ്പോൾ നിർബന്ധമാണ് മിൻജം അദീമിൻ, റമദാനിന് ഒരു വലിയ സംഘം തന്നെ പറയണം.
ഒരു ഫിത്തരി പെരുന്നാളാണെങ്കിലും. അതാണ് ഞാൻ പറഞ്ഞത്. ഷാഫി മദ്ഹബിൽ എന്തില്ല, മേഘമുണ്ടോ മേഘമില്ല എന്ന വ്യത്യാസമൊന്നുമില്ല, ഒരാൾ പറഞ്ഞാൽ മതി. അപ്പം ഇവിടെ പറയണത് അതൊരു തെളിഞ്ഞ ആകാശമാണെങ്കിൽ പിന്നെ ഒരാൾ രണ്ടാളെന്ന് പോരാ, കുറേ ആൾക്കാരനെ കാണണം, നോമ്പായാലും പെരുന്നാളായാലും. അത് തടസ്സങ്ങളൊന്നും ഇല്ലാത്തതിലേക്ക് ഒരു സംഘം ആളുകൾ കണ്ടിട്ട് ഖാദിനെ മുന്നേ പറഞ്ഞാൽ എന്താ ഉള്ളൂ. മിഖ്താറുൽ ജംഇ മുഫദ്ദലുൻ ഇലാ റഈൽ ഇമാം. ഒരു സംഘം എന്നതിൻ്റെ അളവത്രേ അത് ഭരണാധികാരിയിലേക്ക് ഏൽപ്പിക്കപ്പെട്ടതാണ്, അയാൾ പറയും പോലെയാണ്. 10 ആളാണെങ്കിൽ 5 ആളാണെങ്കിൽ അത് മതി തോന്നിയാൽ ഉപയോഗിക്കാൻ മതി. ഫില്ലസഹി സമയത്തിനും കാലത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും. വൈദാ തമ്മല്ലാതെ ഷാത്തി ഫർദിൻ വലം യുറൽ ഇലാൽ ഫിത്രി വസ്സമാ മുസ്ഹയ്യത്തുൻ ലാ യഹിൽ ഫിത്രു. എന്താണ്? റമദാൻ മാസം 30 പൂർത്തിയായി. ഒരു വ്യക്തി സാക്ഷ്യം വഹിച്ചതിൻ്റെ പേരിലാണ് കേട്ടോ. ഒരു വ്യക്തിയാവാം, 2 വ്യക്തിയാവാം, പല സംഘമാകാം ഒക്കെ പറഞ്ഞു. ഒരു വ്യക്തി സാക്ഷ്യം വഹിച്ചതിൻ്റെ പേരിൽ 30 പൂർത്തിയായി. എന്നിട്ട് ചെറിയ പെരുന്നാളിൻ്റെ ശവ്വാലിനെ മാസപ്പിറവി കണ്ടതുമില്ലെങ്കിൽ വലം യറ ഹിലാലുൽ ഫിത്രി വസ്സമാ മുസ്ഹയ്യത്തിന് ആകാശമൊക്കെ തെളിഞ്ഞിരിക്കണുണ്ട്, എന്നിട്ടും പെരുന്നാളിൻ്റെ മാസപ്പിറവി കാണുന്നില്ലെങ്കിൽ ലാ യഹില്ലുൽ ഫിത്രു, അവിടെ നോമ്പ് മുറിക്കൽ അനുവദനീയമല്ല. കാരണം ഒരാളെ വാക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ നോമ്പ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ചെറിയ പെരുന്നാളിൻ്റെ മാസപ്പിറവി ആകാശം തെളിഞ്ഞിട്ടും കാണുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സാക്ഷ്യം വഹിച്ചത് ശരിയല്ല എന്നല്ലേ? വഖ്തുലിഫ തർജീഹു ഫീമാ ഇദാ കാന ബിശ. 2 നീതിമാന്മാർ സാക്ഷ്യം വഹിച്ചു കൊടുത്ത എന്താണ് സ്ഥിതി എന്നുള്ളടത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഒരാൾ പറഞ്ഞു കേട്ടിട്ടല്ല, 2 സാക്ഷികൾ. അതായത് മാസം ആകാശത്ത് തെളിവില്ലാത്ത സമയമാണെന്നർത്ഥം. അല്ല, തെളിവുള്ള സമയമാണ്. അപ്പോഴല്ലേ 2 ആൾ വേണ്ടത്? 2 അല്ല, ഷഹാത്തിന് 2 ആൾക്കാർ വേണ്ട. 2 നീതിമാന്മാർ സാക്ഷ്യം വഹിച്ചുകൊണ്ടാണെങ്കിലോ അവിടെ 30 പൂർത്തിയായി മാസപ്പിറവിയൊന്നും കാണുന്നില്ലെങ്കിലോ അവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. മദ്ഹബിൽ തർജീഹ് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ 2 ആൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നോമ്പ് തുടങ്ങി, പെരുന്നാളിൻ്റെ മാസപ്പിറവിയെ കാണുന്നുമില്ല. അങ്ങനെ ആകുമ്പോൾ അവരുടെ ഷഹാദത്ത് ബാത്തിലാകും, അവർ നോമ്പ് മുറിക്കാൻ പറ്റില്ല എന്നൊരു അഭിപ്രായമുണ്ട്. അല്ല, ഷഹാദത്ത് ബാത്തിലാവില്ല, അവർക്ക് നോമ്പ് മുറിക്കാം, പെരുന്നാൾ കഴിക്കാം എന്നും 2 അഭിപ്രായമുണ്ട്. പിന്നെ ഖിലാഫ ഫീ ഹില്ലിൽ ഫിത്രി ഇദാ കാന ബിസ്സമാ ഇല്ലത്തുൻ വലോ സബത്ത റമദാൻ ബിശഹാത്തിൽ ഫർദി ഹിലാലുൽ അദാഹി കൽ ഫിത്രി. പിന്നെ നോമ്പ് മുറിക്കാൻ പറ്റുന്നുള്ളൊരു തർക്കമല്ല, പെരുന്നാൾ കഴിക്കാൻ പറ്റുന്നുള്ളൊരു തർക്കമല്ല. ഇദാ കാന ബിസ്സമാ ഇല്ലത്തിന് ആകാശത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ സബത്ത റമദാൻ ബിശഹാത്തിൽ ഫർദി, ഒരു വ്യക്തിൻ്റെ ഷഹാത്ത് കൊണ്ടാണ് നോമ്പ് സ്ഥിരപ്പെടുകയും ചെയ്തതെങ്കിൽ. ശരി, നേരത്തെ ആകാശത്ത് തെളിഞ്ഞ ആകാശത്തിനെ കുറിച്ചാണ് പറഞ്ഞത്, പെരുന്നാൾ കഴിക്കാൻ പറ്റില്ല പറഞ്ഞത്. വസ്സമാവ് മുസ്ഹയ്യത്ത് എന്ന് പറഞ്ഞത് അവിടെയാണ് നമുക്ക് പെരുന്നാൾ കഴിക്കാൻ പറ്റില്ല. ആകാശം ഇല്ലത്തുണ്ടെങ്കിലോ വലോ സബത്ത റമദാൻ ബിശഹാത്തിൽ ഫർദി, വ്യക്തിൻ്റെ ഏത് പെരുന്നാളിൻ്റെ മാസപ്പിറവിയിലെ ആകാശം, പെരുന്നാളിൻ്റെ ആകാശത്ത് എന്തുണ്ട്, തെളിഞ്ഞിട്ടല്ല ഉള്ളത് എങ്കിൽ അവിടെ നോമ്പ് മുറിക്കാം, പെരുന്നാൾ കഴിക്കാം. വലു സബത്ത റമദാൻ ബിശഹാത്തിൽ ഫർദി, വ്യക്തിൻ്റെ ഷഹാത്ത് കൊണ്ടാണ് റമദാൻ സ്ഥിരപ്പെട്ടതെങ്കിലും. കാരണം പെരുന്നാളിൻ്റെ മാസപ്പിറവി കാണുന്നതിന് തടസ്സമുണ്ടല്ലോ. ഇഷ്ടത്തിന് ബഖിയ്യത്തിൽ ഹില്ലത്തി, പിന്നെ റമദാനും ശവ്വാലും അല്ലാത്ത മറ്റുള്ള ഹില്ലത്തുകൾക്ക് ഷർത്താണ് ഷഹാത്ത് റുജലൈനി അദലൈനി. ഷാഫി മദ്ഹബ് അങ്ങനെ തന്നെ 2 ആളുകൾ സാക്ഷ്യം വഹിക്കൽ. അപ്പോൾ ഹുറിൻ ബഹുറത്തൈനി ഓയറ മഹദൂദൈനി ഫി ഖദ്ഫിൻ, അങ്ങനത്തെ ഹുറാത്തായിരിക്കണം. വിചാരത്തിൽ ശിക്ഷിക്കപ്പെടാത്ത, ശിക്ഷിക്കപ്പെട്ടാണെങ്കിൽ ഇത്ര കൂട്ടൂല. ഖദ്ഫ് എന്നാണ് വിചാരാരോപണം. വൈദാ സബത്ത ഫി മത്ലായി ഖുത്രിൻ, ഒരു രാജ്യത്തിൻ്റെ കിഴക്ക് മത്ലായിൽ സൂര്യൻ ഉദിക്കുന്ന ചന്ദ്രൻ ഉദിക്കുന്ന സ്ഥലത്ത് ഹിലാൽ സ്ഥിരപ്പെട്ടു. ഒരു രാജ്യത്തിൻ്റെ മത്ലായിൽ മാസപ്പിറവി സ്ഥിരപ്പെട്ടു. ലസിമ സായിറ നാസിഫി ലാഹിരിൽ മദ്ഹബ്, ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യും, നോമ്പ് നിർബന്ധമാകും. മദ്ഹബിൻ്റെ ലാഹിറിനനുസരിച്ച് അലൈഹിൽ ഫത്വ, അതാണ് ഫത്വയും. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കണ്ടാൽ മതി.
ഉദയം വ്യത്യാസപ്പെട്ടോ അല്ലേ എന്നുള്ള അവിടെ നോട്ടല്ല എന്നർത്ഥം. ഒരു ഖുത്തറിൻ്റെ മത്തലായിലിൻ്റെ ഒരു നാട്യത്തിൽ മത്തലായി ഖത്തരി ഒരു നാട്ടിൽ കണ്ടാൽ ബാക്കി എല്ലാവർക്കും നോമ്പ് അവർക്ക് നിർബന്ധമെന്നാണ് മദ്ഹബിൻ്റെ ലാഹിർ. അതിന്മേലാണ് ഫത്വയും. ഒരഭിപ്രായമുണ്ട്, സൂര്യോദയം അല്ല ചന്ദ്രൻ്റെ ഉദയസ്ഥാനം വ്യത്യാസപ്പെടുകയാണെങ്കിൽ നിർബന്ധമാവില്ല. ഷാഫി മദ്ഹബ് അതാണ് പ്രബലം. കോഴിക്കോട് കണ്ടാൽ തിരുവനന്തപുരത്തുകാർക്ക് ബാധകമാവില്ല, കൊല്ലക്കാർക്ക് ബാധകമാവില്ല. ശരി. വലാ ഇബറത്ത് റോയത്തില്ല നഹാറൻ, പകൽ മാസപ്പിറവി കാണുന്നതുകൊണ്ട് പരിഗണിക്കൂല കേട്ടോ, അതുകൊണ്ട് നോമ്പൊന്നും ആവില്ല. സ്വഭാവം കാണാൻ കവല ഉച്ചതിന് മുമ്പാണെങ്കിലും അല്ലെങ്കിൽ ശേഷമാണെങ്കിലും. അപ്പോൾ ലൈലത്തുൽ മുസ്തഖ്ബില, അത് മുസ്തഖ്ബിലായ രാത്രിയാണെന്ന് കൂട്ടണം. അല്ല സഹി അല്ല പുരുഷൻ എന്താണ് സ്വഭാവം കാണാൻ കവല സവാരി ഒബാദുഹു ഓഹോ ലൈലത്തുൽ മുസ്തഖ്ബില, അത് വരാനിരിക്കുന്ന രാത്രിക്കുള്ളതാണ്. പകരണ്ട അല്ലേ, അന്നൊക്കെ നിർബന്ധമാവില്ല. ഫിൽ മുഖ്താരി, പ്രബലമായ അഭിപ്രായത്തിൽ. ഔ ബാദഹു, ഉച്ചയ്ക്ക് ശേഷമാണ് കാണുന്നതെങ്കിൽ അത് അടുത്ത രാത്രിയേക്കുള്ളതാണ്, അന്ന് നോമ്പാക്കണ്ടെന്ന്.